ഹേ ഹായ്. അപ്പം ഇന്ന് വീട്ടിലാരും ഇല്ല. കാരണം എല്ലാവരും ചെറുവത്തൂരാണ്. അതായത് എൻ്റെ മൂത്തപ്പനൊരു തുണിക്കടയുണ്ട്. സോ അവിടെ പോയിട്ടാണുള്ളത്. അപ്പം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക. എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഏകദേശം സമയം 6 മണി 6:15 എടുക്കുന്നു. ചെറിയൊരു മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് എനിക്ക് ചെറുവത്തൂർ പോകാനുണ്ട്. അപ്പോൾ ചെറുവത്തൂർ പോകുമ്പം ഷോപ്പിലും കൂടെ കയറാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ ഷോപ്പ് പോയിട്ട് അവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചു. കാലിപ്പോഴും ശരിയായിട്ടില്ല, ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണങ്ങി വരുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. കാരണം വർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ പോയിട്ട് വരാം. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല കാഴ്ചകളും ഇതൊക്കെ ഉണ്ട്. കാരണം ഞാൻ പോകുന്ന സൈഡെന്ന് വെച്ചാൽ വയലിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്, ഹൈവേയിൽ പോകുന്നില്ല. ഹൈവേയിലാണ് അടുത്ത്, പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം വയൽ സൈഡിലേ പോകാനാണ്. കാരണം നല്ല രസമാണ് അതിലേ പോകുമ്പോൾ. ഓക്കെ, സോ നമുക്ക് അതിലേ പോയിട്ട് കാഴ്ചകളും അവരെന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് ഷോപ്പും കാണാം. ഓക്കെ, അപ്പോൾ ആടെ എത്തിയിട്ട് ബാക്കി കാര്യമാണ് സംസാരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വയൽ സൈഡ് എന്ന് പറയുന്നത്. നല്ല റോഡും നല്ല വയലുമാണ്, നല്ല പച്ചപ്പും കാര്യങ്ങളാണ്. സോ കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. പ്രാവാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം, അവരെന്നാ ചെയ്യുന്നത്. സോ ഇത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ, ആ കാണുന്നത്. അപ്പോൾ അതിൽ ട്രെയിൻ പോകുന്ന കാണാൻ, അതായത് മഴയത്ത് നല്ല പച്ചപ്പ്, അതിൻ്റെ അപ്പുറം ട്രെയിനൊക്കെ പോകുന്നതാണ് ഭയങ്കര രസമാണ്. അപ്പം സോ ആ കാണുന്നത് വെച്ചാൽ ഒരു പോത്തിൻ്റെ ഫാം ഹൗസ്, അതാണ്. സോ ഇവിടുത്തെ ഒരു പോത്തിനെ വളർത്തുന്ന ഒരാളുണ്ട്, അവരാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ട്രെയിൻ വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഗൈസ് അതാണ് ട്രെയിൻ കണ്ടോ. സോ നല്ല രസമില്ലേ ഈ കാഴ്ചയാണ്. ഈ കാഴ്ച ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ എവിടെയും ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാഴ്ച. അതായത് നമ്മുടെ വയൽ സൈഡിലൂടെ ട്രെയിൻ പോകുന്ന രസകരമായ കാഴ്ച. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകാൻ. ഞാൻ ട്രെയിൻ വരുന്ന വെച്ചാൽ അതായത് ഫോൺ അടിക്കുന്ന കിട്ടുന്നതാണ്. സോ ട്രെയിൻ ബാക്കി കാണിക്കുന്നത് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഇവിടെ ചെറിയ ചെക്കനുണ്ട് നിൽക്കുന്നത്, നമുക്ക് നോക്കാം. ആരോ ആരും എടുത്തു എടില്ല നമ്മളിപ്പോൾ. ആ പോയി എടില്ല ചെറുപത്ത്. ഇതാരാ വീടിയാ? ബിസ്ക്കറ്റാടാ, തട ബിസ്ക്കറ്റ്. എടാ മാൽക്കിസ്റ്റേ, ഞാൻ ബാട്ടി. നീ മറ്റേ നേരത്തെ എഴുതാൻ തന്നെ ഒരു ഫുള്ളാക്കിയാ? സൈസ് നമുക്ക് ബിസ്ക്കറ്റ് തന്നെ വേണ്ട. പൈസ ഉണ്ട്. സോ നമ്മളങ്ങനെ ഷോപ്പിലെത്തി. ഇതാണ് ഷോപ്പ്. ഇതാണ് ഓണർ. നമുക്ക് പോവാ അതിന് മുമ്പേ. ഇവര് ഐസ്ക്രീം തിന്നാൻ പോകുന്ന പ്ലാനില്ല കള്ളന്മാര്. ഇവന്റെ അമ്മയും ആരും ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിലേക്കുള്ള സാധനം വാങ്ങാൻ പോയിനല്ലേ. നിന്നെ എന്താ കൂട്ടാ? ഞാൻ പറ്റിച്ചാ നിങ്ങളെ? ആര് പോയിട്ട്. സോ ഈ ഷോപ്പിൻ്റെ പേര് നിർമ്മല ഗാർമെൻറ്റ്സ് എന്നാണ്. സോ നിങ്ങൾക്ക് ചെറുവത്തൂർ പ്രവാസി സേവാ കേന്ദ്രത്തിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തുണീൻ്റെ ആവശ്യം, എന്തെങ്കിലും തുണിപരമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ, അതായത് തുണി എന്തെങ്കിലും എടുക്കണമെങ്കിലോ വേണമെങ്കിലോ ഷോപ്പിലേക്ക് വരിക. പക്ഷെ ഇവിടെ കിട്ടാത്ത സാധനം ഉണ്ടാവില്ല അല്ലേ? ഇവിടെ കിട്ടാത്ത സാധനം ഉണ്ടാവില്ല, അതാണ്. ഇത് ഇടക്കിടക്ക് എടുക്കുന്നുണ്ട്, തോന്നുന്നുണ്ട്. ഇന്ന് കഴിക്കുവാ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോവാം അല്ലേ? എന്നെ ഇവൻ കൂട്ടിയിട്ട് നടക്കണം. എന്താ എന്നെ ഇവൻ കൂട്ടിയിട്ട് നടക്കും, ഞാൻ ഇവനെ കൂട്ടിയിട്ട് നടക്കണ്ടേ. സോ ഇതിൻ്റെ പിറകിലാണ് നമ്മൾ പുതിയ റൂം.
ഓടുന്ന നമ്പൂരാ ഇവിടെയാണ് റൂം വരുന്നത്. വാതിൽ വണ്ടി ഇതിലൊന്നും ഉണ്ടല്ലേ? എവിടെയാ ഇരിക്കല്? ഇല്ലപ്പാ, ഇല്ല ഇല്ല, നിങ്ങളെ കിട്ടൂല. കാണിച്ചേ. അപ്പം നമ്മൾ ഇവിടുന്ന് പോലെ, കാരണം ഇത് നമ്മൾ എക്സ്ട്രാ എടുത്ത റൂമാണ്. ഇവിടെ തുണിയും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ അവിടെ അത്ര സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചു. സോ എന്നെ കൈപിടിച്ച് നടത്തിക്കുന്നത്, ഞാനാ ഇവനെ കൈപിടിച്ച് നടത്തിക്കേണ്ടത്, പക്ഷേ ഇവനാ എന്നെ ഇപ്പോൾ കൈപിടിച്ച് നടത്തിക്കുന്നത് അല്ലേ? സോ നമ്മളിങ്ങനെ ചെറുത്തൊരു നഗരത്തിൽ ഇങ്ങനെ പോവുക. എവിടെയുള്ള ആരും കൊടുത്തു? ആരും എന്നെ കണ്ട പേടിക്കുവാ? പേടിക്കുവാ? സോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചു. ചെറുതും ഇരിക്കല്ലേ. ഫോണിൽ നീ വ്ളോഗ് എടുക്കുന്ന? ഫോൺ കാണാനാ? ബോറടിക്കുന്നുണ്ട്. ഇവന് ഇവിടെ വന്നിട്ട് ഫുൾ ബോറടിച്ച് ഞാൻ ചാവല്ലേ. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തവനാ. അപ്പം പീടിയൻ്റെ ഇവിടെ വന്നുകൊണ്ട് ഭയങ്കര ബോറടിയായി അല്ലേ? ടി വിയിലും വെക്കണല്ലേ ഇടാ? എൻ്റെ ഫോണിൽ യൂട്യൂബിൽ ഷോർട്സ് നോക്കാൻ വേണ്ടി. ഷോർട്സ് അല്ല, ഗെയിം കളിക്കാനല്ലേ? ഗെയിം കളിക്കാൻ എൻ്റെ ഫോൺ ചോദിച്ചിട്ടുണ്ട് കള്ളൻ. മഴ പെയ്യോ ഇപ്പം? അറിയില്ല. പിന്നെ ഇവിടെ ഒന്ന് ബോറടിച്ചു, അതുകൊണ്ട് മൊബൈൽ വാങ്ങാൻ പോയിട്ടുള്ളത്. ഫോണും വാങ്ങി അങ്ങനെ വന്നു കള്ളൻ. ആടാ, എങ്ങനെ ഇവന് ഇരുത്താൻ പറ്റില്ലടാ. അതാ ഫോണും കളിച്ചിരിക്ക. എടാ കള്ള സ്പൈഡർമാൻ. നമുക്ക് പോവാ, സ്കൂട്ടി പോവാ. സ്കൂട്ടി പോവാ. പിന്നെ ഞാൻ വരാണ്ട് സ്കൂട്ടി എങ്ങനെ പോലും നീ എടുത്തോണ്ടോ? പിന്നെ വീട്ടിൽ ഞാൻ വരാണ്ട് ഐസ്ക്രീം കിട്ടൂല. രണ്ടിലും ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ചോദിക്കട്ടെ? വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ. പോകണമെങ്കിൽ വിളിച്ചു ചോദിക്കുക. കള്ളൻ കള്ള സ്റ്റെപ്പിന് ബോറടിച്ച് വരുന്നതുകൊണ്ട് അമ്മേനെ വിളിക്കല്ലേ. എന്തിനാ വിളിക്കുന്നത്? ഐസ്ക്രീം വാങ്ങാൻ പോനാ? എൻ്റെ ഐഡിയ അച്ഛനെ വിളിച്ചു. പിന്നെ അച്ഛൻ ആരുനെ വിളിച്ചിട്ട് ആരുനോട് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ. അപ്പം ആരും ഇപ്പം ഇങ്ങോട്ട് വിളിക്കും. ഇവൻ്റെ ഐഡിയ ഒരാളെ വിളിച്ച്, ബോംബെയിലെ ബെല്ലാരിയിലെ ഒരാളെ വിളിച്ച് ഇനി ബെല്ലാരിയിൽ നിന്ന് ഇങ്ങോട്ട് ചെറുത്തൂർ പോകാൻ വരണം. എന്നിട്ട് ചെറുത്തൂരിൽ നിന്ന് ഇവൻ ചെറുത്തൂരുള്ള ഇവനെ തിരിച്ച് വിളിക്കണം. അതിനെക്കാട്ട് നല്ല ആരുവിനെ വിളിച്ചാൽ പോരെ. ആരുവിൻ്റെ നമ്പർ അറിയും. വിളിക്കും. ദേഷ്യം രാത്രിയാവാനായി. ഞാനും ചെക്കനും ഇങ്ങനെ ഇരിക്കുക. ആരുവിനെയും ചേച്ചീനെയും കാത്തിട്ട്. പിന്നെ ആരാ? നിന്റെ അമ്മയല്ല, എൻ്റെ ചേച്ചിയല്ലേ അവര്? ആ പിന്നെ പിന്നെ പല്ല് ഞാനെടുക്കും. ഡെന്റിസ്റ്റ്. പിന്നെ ആ പല്ലിൻ്റെ ആ വര ഞാനെങ്ങനെ മായ്ച്ചു കളയും. അത് പോവില്ല. അതുകൊണ്ട് നമുക്ക് മുടി മൊട്ടയടിച്ചാലോ? അത് പോകുന്നോണ്ട് നമുക്ക് മുടി മൊട്ടയടിച്ചാലോ? മൊട്ടയടിച്ച് നമുക്ക് ഫുള്ള് ക്ലീൻ ഷേവ് ആക്കാം തല. അപ്പോൾ നല്ല വെളുത്തിട്ടുണ്ടാവും തല മൊട്ടയടിച്ചാൽ വെളുക്കും, അറിയാം? കള്ളേ ബേബിയാ? ഇത്രയും വലിയ എന്നെ ബേബിന്നാ? ഞാൻ പോകുമ്പോ എനിക്ക് കോൺ ഐസ്ക്രീം കുടിച്ചു വന്നോളാം. കോൺ ഐസ്ക്രീം പോകുമ്പോ മേടിച്ചാൽ പോരെ? ഐസ്ക്രീം തരണം. ഇല്ലെങ്കിലോ? പൈസ വെച്ചിട്ടില്ല. പറ്റിച്ചാൽ പിന്നെ നീയാണ് സത്യം. പൈസ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് പൈസ ഒന്നും ഇല്ലല്ലോ? പൈസ
പൈസ ഉണ്ട്, ഗൂഗിൾ പേ എടുത്താൽ പോരെ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയ ചെറിയ സെയിൽസ്മാൻ. ബിസ്ക്കറ്റ് തിന്നാനാ? നമ്മളിവിടെ തുണി വിൽക്കാനല്ലോ വന്നിനി, നീ ബിസ്ക്കറ്റ് തിന്നാനാ? കച്ചവടം മുട്ടിക്കോ? നബാട്ടി വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടിനി. അപ്പം 2 നബാട്ടി വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. കള്ളൻ. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് തിന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മ ഇവിടെ തുണി വിൽക്കണ്ട, വരുന്നവർക്ക് തുണി വിൽക്കണ്ടേ, അപ്പം എങ്ങനെ വെക്കുക? കള്ളൻ തുണി വിൽക്കാൻ വരുന്നത്. കുഞ്ഞിക്കള്ളൻ. നന്ദോവന് വേണ്ട, മതി. അത് ഇച്ഛയാ, അത് എന്നാ ഛർദിക്കും, സത്യം. സമയം 7:16. നമ്മൾ പീടിയിൽ എന്തോ പ്ലാൻ പറയുന്നുണ്ട്, പറ എന്നാ പ്ലാൻ? അപ്പൊ ആരും മനസ്സിലാവില്ല. അപ്പൊ നന്ദു അമ്മ പറയണ അവൻ അമ്മൂമ്മന്റെ കൂടെ വീട്ടിൽ പോയി ഐസ്ക്രീം തിന്നാൻ പോയി. സോ ആരുന ഒളിപ്പിക്കാൻ, അതായത് കണ്ടുപിടിക്കാൻ പോകുന്നിട്ട് ഏതോ തുണീൻ്റെ ഇടയിൽ കയറി ഒളിച്ചു തോന്നുന്നു, കാണുന്നില്ല. പോകുന്നുണ്ട്. അവിടെ ആരും കാണാതെ ഒളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവൻ്റെ ഏട്ടൻ എവിടെയോ അമ്മേൻ്റെ ഒരു സാധനം വാങ്ങാൻ പോയിട്ടില്ലേ, അപ്പം അത് കണ്ടിട്ട് ഒളിപ്പിച്ച് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന കള്ളൻ. ഇല്ല, ഇവിടെ ഉണ്ട്. പോവും. ഏത് റൊണാൾഡോൻ്റെ ജേഴ്സി ഉണ്ടോ? എന്നാ ഒന്നെടുത്തേ. ലാർജ്. അപ്പോൾ റൊണാൾഡോൻ്റെ ജേഴ്സി എടുക്കാൻ പറ്റും ചെക്കൻ. നീ ഏത് ടീമാ വേൾഡ് കപ്പിൽ? ഇങ്ങോട്ടോ? അല്ല, വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ ഏത് ടീമാ? പോർച്ചുഗൽ. റൊണാൾഡോനെ ഏറ്റവും ഇഷ്ടം. അപ്പം റൊണാൾഡോൻ്റെ ജേഴ്സി ഇപ്പോൾ എടുത്തിട്ട് കൊണ്ടുവരും. അതുകൊണ്ടാ. അതേത് ടീമാ? ഇത് റൊണാൾഡോൻ്റെ അല്ലല്ലോ. ഇങ്ങനത്തെ ജേഴ്സി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കടയിൽ വന്നാൽ മതി. അവിടെ നമ്മളെ ഓണർ, എത്ര പൈസ ഇതിന്? ഇവിടെ നമ്മൾ ഓണർ ഉണ്ട്, ഓണറോട് നമുക്ക് ചോദിച്ചു നോക്കാം. 1051 ജേഴ്സിയാണ് ഗൈസ്. സോ നമുക്ക് കുറച്ച് തരുമോ? ഇത്രയൊന്നും പൈസ ഇല്ല എൻ്റെ അടുത്ത്. എന്നാലും നിങ്ങളൊരു ഇതിൽ നിങ്ങൾ കുറച്ച് തരുമോ? ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇതിൽ നിങ്ങൾ കുറച്ച് തരുമോ? ഇവിടെ ഉണ്ടെങ്കിൽ 1000 തരുമോ? എന്നാലും ഒരു 800 നമ്മൾ കച്ചവടം ഉറപ്പിച്ച് 950 തരാന്ന് പറഞ്ഞു. എന്നാലും ഒരു 50 രൂപയാണ് കുറയോ? എന്നാലും അതിലും ഒരു ചില്ലി ക്യാഷ് കുറയില്ല. 5 രൂപ കുറയാ? അപ്പം 945 10 ഓ 15 പറഞ്ഞേ. 10 എന്നാലും 900 തരുമോ? എന്നാലും 800 പറ്റൂല. വേറെ ജേഴ്സി ഉണ്ട് ഇതിലും വില കുറഞ്ഞ? ചെറുത് മതി, ചെറിയ ആർക്കും കൊടുക്കാം വീട്ടിലത്തെ. സോയസ് നമുക്ക് ചെറിയ ജേഴ്സി എടുക്കാം. ആയതെങ്കിലും എടുത്തോ സോയസ്. അപ്പം നമുക്ക് ചെറിയ വില കുറഞ്ഞ ജേഴ്സി എടുക്കാൻ പറ്റും. ഒരു 16 എടുത്തോ. 16 നമുക്ക് വില കുറഞ്ഞ ഒരു ജേഴ്സി എടുക്കാൻ പറ്റും ചെക്കൻ ഇവിടെ ഉണ്ട്. 40 മതി. പൈസ എത്ര കാണി? എടാ അങ്ങനെയല്ല വായിക്കണ്ടേ, 120 ആണ്. 120 ഇങ്ങനെ വായിച്ചേ. അത് വെറുതെ ഇട്ടതാ, അത് റുപ്പീസ് ലൈനാ. അപ്പം 120 ജേഴ്സിയാണ്. 1020 അങ്ങനത്തെ എത്ര പറഞ്ഞത് എനിക്ക് വിൽക്കാൻ നോക്കിയ കള്ളൻ. അപ്പോഴത്തേക്ക് അതിന് ശരിക്കും 120 100 അത്രയേ ഉള്ളൂ. എടാ കള്ള നീ
ഇത്ര ചെറുതിലും കച്ചവടം പഠിച്ചിട്ടുള്ള 150. അതിനെത്രയാ 150. ഒരു 50 ഒക്കെ കിട്ടോ 50 ഒക്കെ അത് പിന്നെ ഉണ്ടാക്കണം തന്നെ അതിലും പൈസ വേണമെന്നാ പറയുന്നത്. രണ്ടും വേണ്ട, നമുക്ക് ഒരു 5 മതി. 5 ഉണ്ടാവോ? 5 എടുക്കാൻ പറ്റുന്നുണ്ട്. ഏതാ ഏതാ ഈ 3 എത്തുന്ന എനിക്ക് നീല മതി. ഇറ്റാലിയ ഇത് മതി. ഒന്നുകൂടി ചൂസ് ചെയ്യണോ? എന്നാ ബ്രസീൽ നെയ്മാർ. അങ്ങനെ നമ്മൾ കച്ചവടം ഒപ്പിച്ചു. എത്ര പൈസയാ? 240ക്ക് നമുക്ക് ഈ കടയത്തെ എല്ലാം തരുന്ന ഇവൻ പറയുന്നു. എങ്ങോട്ട്? അങ്ങോട്ട് പോണ്ട, ഇവിടുന്ന് ആര് വരുമ്പോ നമുക്ക് വിളിക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇവനെയും കൂട്ടിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകും. ഞാൻ വിളിക്കാൻ പോന്നാ, ഒരുത്തനെ വിളിക്കാൻ പോകുന്നുണ്ട് ആരുനെ കണ്ടിട്ട്. സാധനം വാങ്ങി കടയിലെത്തിയ ആരുഷ്. എന്തെല്ലാം വാങ്ങി? എല്ലാം വാങ്ങിയാ? എല്ലാം വാങ്ങിയാ? കൊറേ സാധനം ബാക്കിയില്ല, എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടില്ല. വാവക്ക് ബോൾ കിട്ടി, ബോൾ വാങ്ങിച്ചു. എവിടേക്ക്? ബോൾ വാങ്ങി. എനിക്കും വാങ്ങിയാ? ഐസ്ക്രീം വാങ്ങാൻ പോയി. അപ്പം ഒരു കുഞ്ഞിക്കൊതിയനുണ്ട് ഇവിടെ. വിശന്നിട്ട് മതിയാ? പക്ഷെ എനിക്ക് ഐസ്ക്രീം തന്നെ തിന്നണല്ല വിശന്നാലും കള്ള. സോ അവരപ്പം ലൊലീനോല്, ഇത് അവിടെ ഒരു ലൊലീനോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ലൊലീനോല് ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. ആയിരിക്കുമെന്ന് വെച്ചാൽ ഇയാൾക്ക്. ഞാനും ചെറുതും നേരെ ലൊലീനോ പോലെ ഇവന് ഇവിടെ നിന്ന് നിർത്താൻ വരുന്നില്ല. ഇങ്ങോട്ടൊക്കെ അല്ലേ നിർത്താൻ വരുന്നില്ല. നമ്മളങ്ങനെ ലൊലീനോയിലെത്തി. നമ്മളിപ്പം ലൊലീനോ ഉള്ള ഫോൺ ശരിയാ? ഇത് കവറാ? ഇതെന്ത് കവറ്? ഓ, ട്രാൻസ്പെറൻറ്റ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഇതാവണം. അങ്ങനെയാണ് കാക്ക വിളിക്ക് വരും. സോ പ്രൊമോഷൻ്റെ കാര്യം ചെക്കൻ പുറത്ത് പോയി. സോ ലൊലീനോയിൽ രാജാവിനെ പോലിരിക്കുന്ന മിസ്സിസ് ആരുഷ്, മിസ്റ്റർ ആരുഷ്. സോ എന്തോ വാങ്ങിയിട്ടുണ്ട് തുഷാരെ പോയിട്ട്. പുതിയ ബോൾ വാങ്ങി. റബ്ബറാ? നല്ല ബോളാ? സെയിം ബോൾ വാങ്ങിയിട്ടുണ്ട് നമ്മളെ പോലെ. ഇത് കുറച്ചും കൂടെ ഹാർഡ് ബോളാ. ചെറുതു നല്ലതാ, നല്ലതാ. വേണ്ട, ചെയ്യണ്ട. അവരെന്തെങ്കിലും പറയാന്നെങ്കിലും അവയെ ബൗൺസ് ചെയ്യണ്ട. അവന് ഒരു ഹാർഡും ഇല്ല പോലും. നമ്മൾ ലൊലീനോയിൽ ഇങ്ങനെ ഇരിക്കുക, ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫുഡ് വരും. സോ ഗൈസ്, അപ്പം നമുക്ക് സാധനം കിട്ടി. ഇനി നമുക്ക് നേരെ പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. രണ്ടാളും ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട്. നല്ല മഴയാണ് ഇപ്പോൾ. നല്ല മഴ വെച്ചാൽ നല്ല മഴ. വാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുത്തിക്കോരി. ഐസ്ക്രീം തീറ്റ മത്സരത്തിൽ ഫസ്റ്റ് ഞാൻ സെക്കൻഡ്. ഞാൻ ഇങ്ങനെ പറ്റിച്ചാണ്. നെല്ലേ തിന്നേണ്ട ആവശ്യം ഉണ്ടായിട്ട്. സോ ഗൈസ്, അപ്പം നമ്മളിവിടെ No, it's a
ये देखो आइसक्रीम खा के ये हुआ देखो ഈ മങ്കി ഐസ്ക്രീം നിന്നിട്ട് മൊത്തം ഡ്രസ്സിലും കരയാക്കി സോ ഗൈസ് ചെരുപ്പ് ഫുള്ള് അൻ്റല്ലേ. സോ ഗൈസ് അപ്പം ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം. സോ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ പോകും, മഴയാണ്. സോ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് വന്ന് ഇവരെ ഓട്ടോനാ പോകുന്നത്. സോ അപ്പം നാളത്തെ വ്ളോഗ് കാണാം. ബൈ 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 പറ ബൈ ഗൈസ് പറ ബൈ ഗൈസ്